ചതയനായ അബിയെ തിരിച്ചറിഞ്ഞ നവ്യ ജ്വല്ലറിയിൽ വെച്ച് അബിക്കിട്ടൊരു 8ന്റെ പണി കൊടുക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരിയിലൂടെ ആ DNA റിപ്പോർട്ടിന്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയാണ് നവ്യ. ആദർശല്ല, മറിച്ച് അബിയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛനെന്ന് നവ്യ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ നവ്യ ഇവിടെ മുതൽ പണി തുടങ്ങാണ്. അതെ, അബിക്കിട്ട് 8ന്റെ പണി. അതും ജ്വല്ലറിയും അബിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജ്വല്ലറിക്കും അബിക്കുമായിട്ടാണ് കേട്ടോ പണി കൊടുക്കുന്നത്. അബി ഇരിക്കുന്ന റൂമിൽ തന്നെ നവ്യ കള്ളക്കടത്ത് സ്വർണം എത്തിക്കുകയാണ്. എന്നിട്ട് നവ്യ തന്റെ സുഹൃത്തിനെ കൊണ്ട് ഒരു അജ്ഞാതം വിളിപ്പിക്കുന്നത് പോലെ നന്ദുവിന് കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്ദുവിന് ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കാണ്. അങ്ങനെ നന്ദു ജ്വല്ലറിയിൽ വെച്ച് അബിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മുതൽ നവ്യ കളി തുടങ്ങാണ്. അബിക്കുള്ള ഓരോ പണിയും ഇനി വഴിയെ വരും. ഓക്കെ, അപ്പൊ ഈ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് തലേ ദിവസം തന്റെ സുഹൃത്തിലൂടെ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന നവ്യാണ് കേട്ടോ. നവ്യക്ക് ഓരോ നിമിഷവും അബിയെ മുന്നിൽ കാണുമ്പോഴും പിടിച്ചമർത്താൻ പറ്റാത്ത ദേഷ്യമാണ് കേട്ടോ. പക്ഷേ നവ്യ അതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നവ്യ അങ്ങനെ മുറിയിലോട്ട് കിടക്കുന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന അബിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ നവ്യ, ഇതെങ്ങനെയുണ്ട്? തരക്കേടില്ല. അല്ല, നീ ഓഫീസിൽ പോകുന്നില്ലേ? സമയം ഇപ്പൊ തന്നെ എത്രയായി? നവ്യ, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അപ്പം നീ കാണുന്നില്ലേ? ഞാൻ കാണായികയൊന്നുമില്ല. പക്ഷെ ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ടേ ഇപ്പൊ 1 മണിക്കൂറായി. എന്താ അബി നീ ഇങ്ങനെ? ഒന്നിനൊരു പങ്ക്ച്വാലിറ്റി ഇല്ല. ദേ, ഈ ജോലി തന്നെ എങ്ങനെ കിട്ടിയെന്ന് നിനക്കറിയാലോ. പിന്നെ വീണ്ടും നീ എന്തിനാ ഇങ്ങനെ ഉഴപ്പുന്നത്? നവ്യ, നീ ഇപ്പൊ ഇതും പറഞ്ഞ് എന്നോട് തർക്കിക്കാനാണോ വന്നത്? ഞാൻ നിന്നോട് തർക്കിക്കാൻ വന്നതൊന്നുമല്ല. നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ കൃത്യസമയത്ത് നമ്മൾ ഓഫീസിലെത്തണം. ഇല്ലെങ്കിൽ നമുക്ക് പങ്ക്ച്വാലിറ്റി ഇല്ലെന്നല്ല അവർ കരുതുക. ശരി, ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ? നീ ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ മനുഷ്യന് സമയം കളയാതെ. അപ്പം നവ്യ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാനൊക്കെ നിനക്ക് സമയം പോക്കാണ് നല്ലത്. ഈ നവ്യക്ക് നല്ലപോലെ അറിയാം. നീ അധികം ഒന്നും സന്തോഷിക്കേണ്ട. നിനക്കുള്ള പണി ഞാൻ വഴിയെ തരുന്നുണ്ട്. എന്താ? ആ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കേട്ടോ. നീലിമ എന്നാണ് കോളിൽ കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, ആരാ ഈ നീലിമ? അത് പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ നവ്യ. വേണ്ടപ്പെട്ട ആളോ? എനിക്ക് വേണ്ടപ്പെട്ട ആള്? ഓഹോ, അബിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ഞാനും കൂടി ഒന്ന് അറിയണല്ലോ. അല്ല, ഇതാരാ? അത് ഞാൻ പറഞ്ഞല്ലോ നവ്യേ. അബി പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ടപ്പെട്ട ആളാണെന്ന് മാത്രമല്ലേ പറഞ്ഞത്. ആരാന്ന് പറയബി. ഓ, ഇത് വലിയ കഷ്ടമാണല്ലോ. എൻ്റെ ഫോണിലേക്ക് ആരൊക്കെയാ വിളിക്കുന്നതെന്ന് നീ എന്തിനാ അന്വേഷിക്കുന്നത്? ദേ നവ്യ, മറ്റൊരാളുടെ ഫോണ് അയാളുടെ പ്രൈവസിയാ. അതിൽ കയറി കൈ കടത്തരുത്. അത് ശരിയാ, മറ്റൊരാളുടെ ഫോണ് അയാളുടെ പ്രൈവസിയൊക്കെ ആയിരിക്കാം. പക്ഷെ അബി, നിന്റെ കാര്യത്തിലേ എനിക്ക് ആ പ്രൈവസി നിനക്ക് തരാൻ പറ്റത്തില്ല. ആ ഫോണിങ് തന്നെ. നവ്യ, അതെടുക്കല്ലേ? ഞാൻ പറയാം, ആരാണെന്ന് പറയാം. അതിങ്ങ് താ. എന്നാ പറ, ആരാണ്? അത് പറഞ്ഞാലേ ഞാൻ ഈ ഫോണ് തരത്തുള്ളൂ. അത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ. ഓഹോ, അപ്പോൾ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന നീലിമയുടെ നമ്പറാണല്ലേ ഇത്? അതെ. ഞാൻ ആളാരാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ ആ ഫോണിങ്ങി തന്നേക്ക്. അല്ല, ജ്വല്ലറിയിൽ ഇവക്കെന്താ ജോലി? അവള് അവിടുത്തെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞില്ലേ? ഇവര് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഫയലുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരും. അപ്പം മാത്രമേ ഞാൻ കാണാറുള്ളൂ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ അബി. ഇത് വലിയ കഷ്ടമാണല്ലോ. ദേ നവ്യ, നീ ആണല്ലോ എനിക്ക് ജോലി തരപ്പെടുത്തി തന്നത്. ഞാൻ പോവണമെന്നുണ്ടെങ്കിൽ നീ ഇതുപോലുള്ള ചോദ്യം ഒഴിവാക്കിക്കോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എനിക്കും ഇവിടെ നിന്ന് മുത്തശ്ശൻ തരുന്ന നക്കാപിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമായിരിക്കും കഷ്ടത്തിലാവുക. നീ എങ്ങനെയെങ്കിലും ജീവിക്കടാ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനെ. പക്ഷെ എൻ്റെ മോൻ അതിലേക്ക് വലിച്ചിടണ്ട. പൊയ്ക്കോ. ആ നീലിമയായിട്ടുള്ള ഇടപാട് എന്താണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ദേ നവ്യ, നീ അതും ഇത് അന്വേഷിച്ച് എനിക്ക് അവിടെ ചീത്തപ്പേര് വരുത്തരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. നിന്നോട് പോവാനല്ലേ പറഞ്ഞത് അബി. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അങ്ങനെ അബി ആണെങ്കിൽ ആദർശ് ഡ്രസ്സ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഷർട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് കയ്യിലൊരു ബാഗുമായിട്ട് താഴോട്ട് ഇറങ്ങി വരാൻ കേട്ടോ. ആ സമയത്ത് ജലജ ഓടി വരുന്നുണ്ട് ടിഫിനൊക്കെ ആയിട്ട്. അബി, ഇറങ്ങാറായോ? ആമേ, എനിക്കിപ്പോൾ തന്നെ ഇറങ്ങണം. ദാ നിന്റെ ടിഫിൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കണം. അമ്മ എന്തിനാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ വല്ല ക്യാൻറ്റീനിന്നോ മറ്റോ കഴിക്കുമായിരുന്നു. എടാ, 2 ദിവസമായിട്ട് നീ പുറത്തുനിന്നല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ നിനക്കും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ദേ അമ്മേ, എനിക്കിവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോൾട്ട്. ആ സമയത്ത് ദേവ്യാനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവന് ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ലാതെ ഭക്ഷണം ഇറങ്ങത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ വ്രതം എടുത്ത സമയത്ത് പോലും ഇവൻ ആ വ്രതമൊക്കെ തെറ്റിച്ച് ചിക്കനും ബീഫും ഒക്കെ പുറത്തിരുന്ന് പോയി കഴിച്ചത്. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഭക്ഷണങ്ങളൊന്നും നിന്റെ മകന്റെ വായിലൂടെ ഇറങ്ങി പോവില്ല. ഏട്ടത്തി, അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങാൻ നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട. ഇനി ഞാനായിട്ട് അതും ഇതും പറഞ്ഞ് നിന്റെ മകന്റെ പോക്ക് മുടക്കുന്നില്ല. അവൻ പോകുന്നെങ്കിൽ പോവട്ടെ. മൂർത്തി ജ്വല്ലറിയെ ഇടിച്ചു തളയ്ക്കാനല്ല അവൻ പോകുന്നത്. പോട്ടെ. എന്നിട്ട് അവൻ എന്ത് സമ്പാദിക്കുമെന്ന് എനിക്കൊന്ന് കാണണം.
ഏട്ടത്തി ഏട്ടത്തി അവനെ അനുഗ്രഹിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, വെറുതെ ഇതുപോലത്തെ കുത്തുവാക്കുകളൊന്നും പറയരുത്. എൻ്റെ മോൻ നശിച്ചു പോവാനായിരിക്കും അല്ലേന് ഇവിടെ ഉള്ളവരൊക്കെ ആഗ്രഹിക്കുക. അവന് കിട്ടാതെ കിട്ടിയൊരു ജോലിയാ. ഇനി ഏട്ടത്തി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഹെടി, നിന്റെ നാക്ക് എന്നു മുതലാ പൊന്തി തുടങ്ങിയത്? ദേ, നീ കൂടുതൽ ചലിച്ചാലുണ്ടല്ലോ ചില സത്യങ്ങൾ എനിക്കിവിടെ തുറന്നു പറയേണ്ടി വരും. ഓ, അപ്പോഴത്തേക്ക് ഓരോന്നായിട്ട് വന്നോളൂ. ആ സമയത്ത് നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതും പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. പറയാനുള്ളതേ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പിന്നെ എൻ്റെ അഭി ജോലിക്ക് പോകുമ്പോൾ അതിനെ എതിർക്കാൻ ഇവിടെ കുറേ പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനെയൊന്നും കാര്യമാക്കുന്നില്ല. ഇനിയിപ്പോൾ ആരെൻ്റെ അഭിയെ ശപിച്ചാലും കുഴപ്പമില്ല. അവൻ പോവേണ്ട ജോലിക്ക് പോയിരിക്കും. അഭി, ഇറങ്ങാൻ നോക്ക്. ആ അഭി, ഈ ടിഫിൻ എടുത്തോ, അതിനി മറക്കാൻ നിൽക്കണ്ട എന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ആ ഭക്ഷണം എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ വല്ല വിഷവും കലർത്തി കൊടുത്തേനെ ഞാൻ. നവ്യ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ അഭിയെ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ അവർ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ജലജ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, നവ്യ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ അമ്മായി? അല്ല, അവനെ ജ്വല്ലറിയിലേക്ക് നിത്യേന ഒരുക്കി വിടുന്നുണ്ടല്ലോ. മൂർത്തീസ് ജ്വല്ലറിയിലെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവരെ കരിവാരി തേക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം അമ്മായി, ഞാനും എൻ്റെ കുടുംബം ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. അതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ അമ്മായി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അമ്മായി, അവൻ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. ഇനിയിപ്പം നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നാവണ്ട, അത്രയും മതി. വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കുന്നത് നല്ലതാണല്ലോ. അമ്മായി വിഷമിക്കണ്ട. അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ കയറി മുന്നോട്ട് പൊയ്ക്കോളും. അല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടേണ്ടത് വഴിയേ കിട്ടിക്കോളും. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ നവ്യ പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കാൻ കേട്ടോ ദേവയാനി. നവ്യ ഇപ്പം എന്താ പറഞ്ഞിട്ട് പോയത്? ആ, എന്തെങ്കിലും ആവട്ടെ. ഇതും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് മുകളിലത്തെ സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം തന്നെ കളിപ്പാട്ടങ്ങളുമായിട്ട് ചന്തമോൾ കളിക്കാൻ വേണ്ടി ആ സൈഡിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെയും നവ്യയും കണ്ടപ്പോൾ ചന്തമോൾ ആകെ പേടിക്കാണ്. അയ്യോ ചെറിയമ്മ, ഇങ്ങോട്ട് വന്നാൽ ചെറിയമ്മ വഴക്ക് പറയും. തിരിച്ചു പോവാം, അതാ നല്ലത്. ഇതും പറഞ്ഞ് കളിപ്പാട്ടങ്ങളായിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയം നവ്യ ചന്തമോളെ കാണുന്നുണ്ട് കേട്ടോ. കണ്ട പാടെ തന്നെ നവ്യ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ചന്തമോളില്ല അത്, ഇവളെന്തിനാ തിരിഞ്ഞു പോകുന്നത്? ഇങ്ങോട്ട് വന്നതാണല്ലോ. എന്നോടുള്ള പേടിയാണ്. ചന്തമോളെ എന്ന് നവ്യ വിളിക്കാൻ കേട്ടോ. ആ സമയം തന്നെ ചന്തമോളെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരു ചെറിയ പേടിയിലാണ് കേട്ടോ തിരിഞ്ഞു നോക്കുന്നത്. എന്താ, ഇങ്ങോട്ട് വന്നതല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ പോകുന്നത്? അത് ചെറിയമ്മ. ഇങ്ങോട്ട് വന്നേ. ഞാൻ വരില്ല. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അങ്ങനെ പതുക്കെ പതുക്കെ ചന്തമോള് ചെറിയമ്മയുടെ അടുത്തോട്ട് നടന്നു വരാൻ കേട്ടോ. എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്താ നിന്നെ പിടിച്ച് വേദനിപ്പിക്കുമോ? അത് നിറയെ കളിപ്പാട്ടങ്ങളുണ്ടല്ലോ കയ്യിൽ. അല്ല, കുഞ്ഞിന് കൊടുക്കാൻ നീ ഒന്നും കൊണ്ടുവന്നില്ലേ? ചെറിയമ്മ കുഞ്ഞിനൊന്നും കൊടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പം കൊടുക്കാം. ഇനി മുതൽ നിനക്ക് ഇവൻ്റെ കൂടെ കളിക്കാം. ചെറിയമ്മ വെറുതെ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. ഇവനും വലുതായില്ലേ. കുഞ്ഞ് ചെറുതായതുകൊണ്ടല്ലേ ഇവൻ്റെ അടുത്തോട്ട് ചെറിയമ്മ അടുപ്പിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയല്ലോ നീ. ഇവനും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്ക്. എനിക്ക് സന്തോഷമായോ? എന്നാ പിന്നെ ഈ സന്തോഷം ഇനി എപ്പോഴും വേണം. കുഞ്ഞുവാവേ, ദേ ഇത് നോക്കി. ഇതും പറഞ്ഞ് ടോയ്സിനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാണ്. ഇതൊക്കെ കണ്ടപ്പോൾ നവ്യക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ബന്ധം എങ്ങനെ ഇല്ലാതിരിക്കും? ഇവൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, സ്വന്തം ചോര. അപ്പോഴാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ദേവ്യാനി ആ കാഴ്ച കണ്ടിട്ട് ശരിക്കും ഞെട്ടുകയാണ് കേട്ടോ. ചന്തുമോളെ ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി, എന്തിനാ എന്നെ പിടിച്ചു മാറ്റുന്നേ? ചന്തുമോളെ, നിന്നോട് കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ പോയത്? അത് അപ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഇവക്ക് മോൻ്റെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുട്ടികളല്ലേ, ഞാനെന്തിനാ മനസ്സിൽ വെറുതെ വിദ്വേഷം വെച്ച് കുട്ടികളോട് പെരുമാറുന്നേ? ഇതെന്തു പറ്റി നവ്യക്ക്? നവ്യ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ചന്തുമോളെ അടുത്തോട്ട് അടുപ്പിച്ച പോലെ ഇല്ലായിരുന്നല്ലോ. അതിപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ മനുഷ്യന്മാരല്ലേ, അവരുടെ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ മാറും. അതങ്ങനെ കൂട്ടിയാൽ മതി. മോനെ വാ, നമുക്ക് പോവാം, വാടാ. ഇതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ.
മുത്തശ്ശി ഇപ്പം എന്തിനിങ്ങോട്ട് വന്നേ? അതെന്തു പറ്റി? ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നോ? മുത്തശ്ശി വന്നതുകൊണ്ടല്ലേ കുഞ്ഞുവാവയെ ചെറിയമ്മ എടുത്തോണ്ട് പോയത്. അപ്പോൾ ഇതുവരെ നിന്റെ ചെറിയമ്മ കുഞ്ഞുവാവയുടെ അടുത്തോട്ട് നിന്നെ അടുപ്പിച്ചിരുന്നില്ലല്ലോ, ഇപ്പം എന്തു പറ്റി? എനിക്കറിയില്ല മുത്തശ്ശി, ഇന്ന് കുഞ്ഞുവാവയെ ചെറിയമ്മ എനിക്ക് കളിപ്പിക്കാൻ കുഞ്ഞിനെ തന്നു. അപ്പം അതാണ് കാര്യം. എന്തൊക്കെയോ എവിടേക്കോ സംഭവിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മുത്തശ്ശി? ഏയ് ഒന്നുമില്ല മുത്തശ്ശിയെ, ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആ ദേ, മോളൊന്നും കഴിച്ചില്ലല്ലോ, മോളുടെ അമ്മ ഇപ്പം വിളിക്കും, അതിനു മുമ്പേ നമുക്കെന്തേലും കഴിക്കാം, വാ. ഇതും പറഞ്ഞുകൊണ്ട് ചന്തമോളെ എടുത്ത് ദേവേനി ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ് കേട്ടോ. നവ്യ പുറത്ത് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് നവ്യയുടെ കാറും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു കാറ് വന്ന് അവിടെ നിർത്താണ്. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് നവ്യയുടെ സുഹൃത്താണ്, അതായത് അഭിയാണ് ചന്തമോളുടെ അച്ഛൻ എന്ന് വെളിപ്പെടുത്തിയ ആ ഒരു സുഹൃത്തില്ലേ, ആ സുഹൃത്ത് തന്നെയാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. ഹായ് നവ്യ, കുറേ നേരമായി വന്നിട്ട്. ഏയ് ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു, നീ എന്നെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞു കാണുമെന്ന്. ഏയ് അതൊന്നുമില്ല, ഇനിയിപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താലും എനിക്ക് വേണ്ടിയല്ലേ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ മീരെ, ഞാൻ പറഞ്ഞതെന്തായി? നീ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പോലീസിനെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പുറത്ത് നല്ല ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അധികവും കള്ളക്കടത്ത് സ്വർണം പിടികൂടുകയല്ലേ. ആ എന്തായാലും ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഇതും പറഞ്ഞിട്ട് കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരു ചെറിയ സഞ്ചി എടുത്തിട്ട് നവ്യക്ക് കൊടുക്കാൻ കേട്ടോ. സഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കവറ്. നവ്യ, ഇവിടെ പരിസരത്തൊന്നും ആരും കാണില്ലല്ലോ അല്ലേ? ഏയ് ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടാവില്ല. ഇവിടെയാവുമ്പോൾ ക്യാമറ ഒന്നും ഉണ്ടാവത്തില്ല. പുറത്ത് വെച്ച് നമ്മളിത് കൈമാറി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അത് കാണാനുള്ള സാധ്യതയുണ്ട്. ആ എന്തായാലും നവ്യ, ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നീ എയിം ജ്വല്ലറിയിൽ എത്താൻ. ഞാൻ എങ്ങനെ വേണമെങ്കിലും എയിം ജ്വല്ലറിയിലെത്തും, കാരണം ഇതെൻ്റെ ആവശ്യമാണ്. ഇന്നു മുതൽ ആ ദുഷ്ടൻ്റെ ദിവസം തുടങ്ങുക. ഓരോ പെൺപിള്ളേരെയും റൂമിൽ വിളിച്ചു വരുത്തി അവൻ ആസ്വദിച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഉള്ളത് ഞാൻ ഇന്ന് അവന് കൊടുക്കും. നീ നോക്കിക്കോ, അവൻ സ്വപ്നത്തിൽ കാണാത്തത്രയും വലിയ ശിക്ഷ ഈ നവ്യ അവന് വാങ്ങിക്കൊടുക്കും. അല്ല, ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ പ്ലാനിങ് എന്താ? ഇത് നിന്റെ അനിയത്തിമാരെ നിനക്ക് അറിയിക്കുന്നതൊക്കെ നല്ലതായിരിക്കും, അവർ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും ഉണ്ടാവില്ല. ഇതുപോലുള്ള ചതിയൊന്നും ചെയ്യാൻ അവരെൻ്റെ കൂടെ നിൽക്കില്ല, കാരണം അവർ സത്യസന്ധരാ. പക്ഷെ അവന് കോടതിയോ നിയമമോ ഒന്നും ആയിരിക്കില്ല ശിക്ഷ കൊടുക്കുന്നത്, അത് ഈ ഞാൻ തന്നെയായിരിക്കും. അവൻ ഇവിടുന്ന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രം കോടതിയിലെ ശിക്ഷ അനുഭവിച്ചാൽ മതി. അവൻ ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് ചെന്ന് കാണാനുണ്ട്. അവരുമായിട്ട് ചിലതെനിക്ക് സംസാരിക്കാനുണ്ട്. അതിൻ്റെ തുടക്കമെന്ന് കൂട്ടിയാൽ മതി അവൻ്റെ ഈ ജയിൽവാസം. മിരെ, ഞാൻ പോയിട്ടെ ഇത് കൊണ്ടുവെക്കേണ്ട സ്ഥലത്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബാക്കി ഇനി എന്തൊക്കെ ചെയ്യണമെന്ന്. ശരി, നീ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി. ദേ, നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, കാരണം എൻ്റെ ആവശ്യങ്ങൾക്ക് നീയല്ലേ കൂടെ നിന്ന് തരുന്നത്. അതൊന്നും ഇനി പറയേണ്ട നവ്യേ. പെണ്ണുങ്ങളെ അവൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നീ അവന് കൊടുക്കണം. അതന്നെയാ എനിക്കും പറയാനുള്ളത്. അതിന് നിനക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ശരി. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നവ്യയെ കാണിക്കുന്നത് എയിം ജ്വല്ലറിയിലാണ് കേട്ടോ. എയിം ജ്വല്ലറിയിലേക്ക് കയറി വരുന്നുണ്ട് നവ്യ. അങ്ങനെ നവ്യ ഡേവിഡ് സാറിൻ്റെ മുറിയിലേക്കാണ് ആദ്യം കടന്നു വരുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ മാളവിക ഇരിക്കുന്നുണ്ട് കേട്ടോ. നവ്യ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ. സർ, വാടോ, വാ ഇരിക്കി. ഇത് ആരാണെന്ന് മനസ്സിലായോ? മാളവിക. അതെ, നമ്മുടെ ഡിസൈനർ മാളവികയാ. ഹായ്. മാളവിക, ഇത് എനിക്കറിയാം സർ. എയിം ജ്വല്ലറിയിലെ ഒരേ ഒരു മോഡൽ നവ്യ മാഡം. അയ്യോ, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എയിം ജ്വല്ലറിക്ക് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തതിന് പിന്നിൽ മാഡത്തിൻ്റെ കൂടി പ്രയത്നമുണ്ട്. അതുകൊണ്ട് മാഡം എന്ന് വിളിക്കുന്നതിൽ ഒരിക്കലും തെറ്റില്ല. അതെ, മാളവികയ്ക്ക് വേണമെങ്കിൽ മാഡമെന്നോ അല്ലെങ്കിൽ നവ്യാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഡേവിഡ് സർ, എനിക്ക് മാഡം എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. നവ്യ, നമ്മുടെ പുതിയ പരസ്യത്തിൻ്റെ ഡേറ്റ് എടുക്കാറായി. കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നവ്യയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സർ. ഓക്കെ, നവ്യ ഭർത്താവിനെ കാണാൻ വന്നതായിരിക്കുമല്ലേ? ഒന്ന് കാണണം. ശരി, എങ്കിൽ പിന്നെ നവ്യ പോയി കണ്ടോളൂ. ശരി സർ. മാളവികയെ, എന്നാൽ പിന്നെ കാണാം. ശരി. അങ്ങനെ മാളവികയോടും ഡേവിഡിനോടൊക്കെ അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് നേരെ അബിയുടെ മുറിയിലോട്ടാണ് കേട്ടോ നവ്യ ചെല്ലുന്നത്. അങ്ങനെ ആ മുറി തുറന്ന പാടെ തന്നെ അബിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ നീലിമ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് രാവിലെ അബിക്ക് ഫോൺ ചെയ്തില്ലേ, അതേ വ്യക്തി തന്നെയാണ് കേട്ടോ.
ഡോർ ഓപ്പൺ ആക്കിയ പാടെ തന്നെ അബിയുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന നീലിമയാണ് കേട്ടോ കാണുന്നത്. പെട്ടെന്ന് തന്നെ അബി ഷോക്കായി പോവാണ് കേട്ടോ. മറക്ക്. ഇത് കണ്ടപ്പോൾ തന്നെ നവ്യക്ക് ദേഷ്യം അടുക്കി പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നവ്യ ചെന്ന് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, അബി ആരാ ഇത്? ഇത് ഇതിവിടുത്തെ സ്റ്റാഫാ. ഏതാടി നീ? അത് മാഡം. എന്താടി നിന്റെ വായിൽ നാവില്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ ഏതാന്ന്? ഞാൻ നീലിമ. ഓഹോ, അപ്പം ഇവളാണ് അബിയുടെ പുതിയ സെറ്റപ്പ് അല്ലേ? ചേ നവ്യ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പം പിന്നെ ഞാനിപ്പോൾ കണ്ടതോ, ഈ ഡോർ തുറന്ന് വന്നപ്പോൾ തന്നെ ഇവൾ നീയുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ദേ നവ്യ, നീ വെറുതെ അനാവശ്യം പറയരുത്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഡോറിന് മുട്ടുക പോലും ചെയ്യാതെ നീ പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരാൻ പാടുണ്ടോ? അതൊരു മാനേജറുടെ മുറിയിലോട്ട്. അബി, നീ മാനേജറായത് ഞാൻ ഒരാൾ വിചാരിച്ചതുകൊണ്ട് മാത്രം. അതും കൂടി നിനക്ക് ഓർമ്മയുണ്ടായിരുന്ന നന്ന്. ഓ ശരി, എന്നിട്ടിപ്പം ഞാൻ എന്ത് വേണം? ഇവളെന്താ അബിയുടെ മുറിയിൽ? അതും നിങ്ങൾ ക്ലോസ് ആയി നിൽക്കുന്നതല്ലേ ഞാൻ കണ്ടത്. അത് പിന്നെ അത് നീലിമ ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നതായിരുന്നു. ഡൗട്ട് ചോദിക്കുന്നതിനിടയിൽ അല്പം ഒന്ന് ക്ലോസ് ആയിപ്പോയി. അതിനിപ്പോൾ നീ ഇങ്ങനെ തെറ്റായ കണ്ണിലൂടെ കാണുന്നും വേണ്ട. ശരി, ഞാൻ തെറ്റായ കണ്ണിലൂടെ കാണുന്നില്ല, പോരെ? നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. എടി, എന്താ നിൻ്റെ ഉദ്ദേശം? മാഡം, സാറ് പറഞ്ഞല്ലോ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇവിടുത്തെ സ്റ്റാഫിന് എന്തിനാ മാനേജറുടെ ഒഫീഷ്യൽ നമ്പർ? അത് പിന്നെ മാഡം, സാറ് എനിക്ക് തന്നതാ. നീലിമേ, നീ എന്താ ഈ പറയുന്നത്? നീ ചോദിച്ചിട്ടല്ലേ ഞാൻ തന്നത്? ഞാനോ? സാറിനോട് ഞാൻ നമ്പർ എപ്പോഴാണ് ചോദിച്ചത്? സാറല്ലേ എൻ്റെ നമ്പർ വാങ്ങിച്ചെടുത്തത്. എന്നിട്ട് സാർ എനിക്ക് വിളിക്കുമല്ലായിരുന്നോ? ഞാൻ സംശയം ചോദിക്കാൻ മാത്രമേ സാറ് വിളിക്കാറുള്ളൂ. നിർത്ത്, മതി. രണ്ടുപേരുടെയും നാടകം ഇനി എനിക്ക് കാണണ്ട. ദേ, ഇനി മേലാൽ നീ അബിയുടെ റൂമിലോട്ട് ആവശ്യമില്ലാതെ കയറി വന്നാ അതെങ്ങാനും ഞാൻ അറിഞ്ഞ നിന്റെ ഇവിടുത്തെ ജോലി ഞാൻ തെറിപ്പിക്കും. കേട്ടോടി പറഞ്ഞത്? അയ്യോ മാഡം, എൻ്റെ ജോലി. അതാ ഞാൻ പറഞ്ഞത്, മേലിൽ ഇങ്ങോട്ട് വന്നു പോരുതെന്ന്. ശരി മാഡം, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വരത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് പോവാൻ കേട്ടോ നീലിമ. എന്താ നവ്യ നീ ചെയ്തത്? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നിനക്കും അവർക്ക് ഒത്താശ ചെയ്തു തരണമായിരുന്നു. നീ എന്താ നവ്യ ഇങ്ങനെയായി പോയത്? എവിടെ ചെന്നാലും സമാധാനം തരില്ലെന്ന് പറഞ്ഞ? അബി, നീ കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ട. ഞാനൊന്ന് ഡേവിഡ് സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ പൊസിഷൻ ഇപ്പം ഇവിടുന്ന് പോവാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഭാര്യയും കുഞ്ഞുള്ള ബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നവ്യേ, നീ വെറുതെ ഇത് തന്നെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റിക്കാതെ ഒന്ന് പോവാൻ നോക്ക്. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ പോരെ? അങ്ങനെ ആകുമ്പോൾ പിന്നെ അവയൊക്കെ കുറച്ചുകൂടി എളുപ്പമായല്ലോ അല്ലേ കാര്യങ്ങൾ? എൻ്റെ നവ്യേ, നീ കാരണമല്ലേ എനിക്ക് ഈ ജോലി കിട്ടിയത്. നീ തന്നെ എൻ്റെ ഈ ജോലി കളയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. ശരി, ഞാനിങ്ങോട്ട് വരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇത്തരം പരിപാടികളൊന്നും വേണ്ടാന്ന് വെക്കണം. ഞാൻ പോവുക. പിന്നെ അബി ഈ കസാരയിലിരിക്കുന്ന കാണാനുള്ള ഒരു കൊതി കൊണ്ട് വന്നതാ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പം നീ കണ്ടല്ലോ. ഇനിയിപ്പം നീ വീട്ടിലോട്ട് പോവാൻ നോക്ക്. നമ്മുടെ കുഞ്ഞവിടെ ഇല്ലേ? അവൻ കരയില്ലേ? ഇപ്പോഴും അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് വരാൻ പറ്റുമോ? ഞാൻ പോവുക. ഇതും പറഞ്ഞിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലൂടെ ബാഗിൽ നിന്ന് ഒരു കവർ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. അതിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കളർ വെള്ള കലിക്കിയ പോലെ ഒരു സംഭവം ഉണ്ട്. പെട്ടെന്ന് തന്നെ നവ്യ പറയുന്നുണ്ട്, അബി നിന്റെ ഷർട്ടിൻ്റെ പുറത്തെന്താ? ഇതും പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ പാക്കറ്റ് നേരെ ഷർട്ടിലാക്കുന്നുണ്ട്. അയ്യോ, ഇതെന്താ ഫുള്ളും മെഴുക്കൊലിച്ചിരിക്കുന്നത്? എന്തോ മെഴുക്കോ? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ആയതായിരിക്കുന്നു. അതിന് ഞാൻ അമ്മ തന്ന ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്ത് ഫുഡാണ് കഴിച്ചത്? അത് ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചത്. ഓഹോ, അപ്പം നിൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം നീ കഴിച്ചില്ലല്ലേ? അത് കഴിക്കാൻ തോന്നിയില്ല. അത് തുറന്നപ്പോൾ തന്നെ ഒരുമാതിരി സ്മെല്ലെടുത്തു. അപ്പം പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. നീ എന്താ അബി ഇങ്ങനെ? നിനക്ക് എത്ര കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? നീ ഇപ്പം അതിൻ്റെ പേരിലാണ് എന്നോട് വഴക്കിടുന്നത്. ഭക്ഷണം ചിലപ്പോൾ ബാഗിലുണ്ടായി കാണുമല്ലോ, അതായിരിക്കും എൻ്റെ ഷർട്ടിൽ ഒന്നായിട്ടായത്. എന്നാൽ പിന്നെ അബി ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വാ. ഇനിയിപ്പോൾ അതല്ലേ പറ്റുള്ളൂ. ഉച്ച തിരിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് പങ്കെടുക്കണമെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഞാനിപ്പോൾ വരാം. ഇതും പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോവാണ് കേട്ടോ അബി. ആ സമയം കൊണ്ട് തന്നെ നവ്യ പെട്ടെന്ന് ബാഗിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് അബിയുടെ ഷെൽഫ് തുറന്ന് പതുക്കെ അതിനുള്ളിലോട്ട് കയറ്റി വെക്കാൻ കേട്ടോ. അങ്ങനെ കാര്യം നടത്തി ഒന്നും അറിയാത്ത പോലെ നവ്യ നിൽക്കുന്നുണ്ട്. അബിയുടെ ഷർട്ടൊക്കെ കഴുകി കളഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. നവ്യ, ഇനി ഇതൊന്ന് ഉണങ്ങി കെട്ടണം, എന്നാലേ മീറ്റിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ റെഡി ആയിക്കോളും. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരാം. അത് വേണ്ട. ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം. നീ പൊയ്ക്കോ. ചെല്ലാൻ നോക്ക് നവ്യേ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോവാണ് കേട്ടോ.
എന്തായാലും കാര്യമൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യയുടെ സുഹൃത്തിൻ്റെ അടുത്ത് നവ്യ എത്തുന്നതാണ് കേട്ടോ. ആ എന്തായി നവ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവനിരിക്കുന്ന റൂമിൽ ഒരു ടേബിളുണ്ട്, അതിൻ്റെ ഷെൽഫിൽ തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല, നിന്നെ സംശയം തോന്നുന്ന രീതിയിൽ ആരും കണ്ടിട്ടില്ലല്ലോ. കാണാനൊക്കെ ഇഷ്ടം പോലെ പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ സംശയമൊന്നും തോന്നത്തില്ല. ഞാൻ അവിടെ ഒരുപാട് തവണ വരാറുള്ളതല്ലേ. ശരി, എന്തായാലും ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാനിങ്? ഇനി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താന്ന് പറ. അതായത് എൻ്റെ അനിയത്തിയെ നന്ദുവിനെ നിനക്കറിയാലോ, അവൾക്ക് എൻ്റെ സൗണ്ട് പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് നീ നന്ദുവിനൊന്ന് വിളിക്കണം. ദേ, ഇത് പുതിയ സിമ്മാ, ഈ സിമ്മിന്ന് വേണം നീ നന്ദുവിന് ഫോൺ ചെയ്യാൻ. ഇതൊന്ന് നിൻ്റെ ഫോണിലോട്ടിട്ട്. അങ്ങനെ ഫോണിലെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ നന്ദുവിന് വിളിക്കണോ അല്ലേ? വിളിച്ചിട്ട് ഇങ്ങനൊരു ഇൻഫോർമേഷൻ കൊടുക്ക്. ശരി. അതും പറഞ്ഞ് നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നന്ദുവിന് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അൺനോൺ നമ്പർ കണ്ടപ്പോൾ നന്ദു മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് അറിയാത്ത നമ്പറാണല്ലോ. എന്തായാലും എടുക്കാം. ഇതും പറഞ്ഞ് നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ഹലോ യെസ് പറയൂ. നന്ദന മേഡം അല്ലേ? അതെ പറയൂ. പിന്നീട് എല്ലാ കാര്യങ്ങളും ആ കൂട്ടുകാരി പറയുന്നുണ്ട് കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ ഒന്നും കാണിക്കുന്നില്ല, സൗണ്ട് ഇല്ലാത്ത രീതിയിലാണ് പറയുന്നതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇൻഫോർമേഷൻ കേട്ട് ആകെ ഞെട്ടലോട് നിൽക്കാനിട്ടോ നന്ദു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരാ? ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു? അതൊന്നും ഇപ്പം തൽക്കാലം മാഡം അറിയണ്ട. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയെ കൈയോട് പിടികൂടാൻ വേണ്ടി പറ്റും. ഈ ഇൻഫോർമേഷൻ ശരിയാണോ തെറ്റാണെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? അത് മാഡത്തിന് അവിടെ ചെന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം മാഡം ചെന്ന് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അപ്പം അറിയാൻ പറ്റും. ശരി. ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഹലോ. ഫോൺ വെച്ചു. അങ്ങനെ തിരിച്ച് വീണ്ടും നന്ദു വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് നാട്ടാ കാണുന്നത്. ഇതാരേത്? എന്തായാലും ഇൻഫോർമേഷൻ കിട്ടിയതല്ലേ, പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇതും പറഞ്ഞ് നന്ദു അവിടുന്ന് കുറച്ച് പോലീസുകാരെയും കൂട്ടി എയിം ജ്വല്ലറിയിലേക്ക് പോവാണ്. എയിം ജ്വല്ലറിയിൽ പോലീസ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഡേവിഡ് സാറിൻ്റെ മുറിയിലേക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. സർ എന്താടോ? സർ, പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? എന്തിനാ പോലീസ് ഇങ്ങോട്ട് വരുന്നത്? അതൊന്നും അറിയില്ല സർ. എന്തോ അവർക്ക് ചെക്ക് ചെയ്യണമെന്നോ മറ്റോ പറഞ്ഞു. ചെക്ക് ചെയ്യണമെന്നോ? എന്ത് ചെക്ക് ചെയ്യണമെന്ന്? എടോ, അവരെ തടുത്ത് നിർത്ത്. ഞാനൊന്ന് ഐജിക്ക് ഫോൺ ചെയ്യട്ടെ. സർ, അതിന് അവർ പത്രക്കാരെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. തടഞ്ഞു നിർത്താൻ പറ്റുമോ സർ? പോലീസല്ലേ? ഒന്ന് ഐജിയെ വിളിക്കാനുള്ള സമയം പോലും ഇല്ലേ? ഇല്ല സർ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനെ ഒന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. അതെ, എങ്ങോട്ടേക്കാ? സർ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. സർ മാറി നിൽക്കണം. പറ്റില്ല. സാറിനോട് ഞാൻ മര്യാദയിലാണ് പറഞ്ഞത്, മാറി നിൽക്കണമെന്ന്. ഞങ്ങളുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിയാൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഡേവിഡ് സാറിന്. എടി നിൻ്റെ എടി പോടി എന്നുള്ള വിളി വേണ്ട. ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചാ ഞാൻ വെറുതെ നിൽക്കില്ലെന്ന് ഓർമ്മയുണ്ടായി കാണണം. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലിരുന്നോട്ടെ, പിന്നെ ഈ നിൽക്കുന്നവരൊക്കെ പത്രക്കാരും അതുപോലെ ചാനലുകാരുവാ. പലതും എഴുതി പിടിപ്പിക്കുക അവർ. ചുമ്മാ അതും ഇതും പറയിപ്പിക്കാതെ മാറി നിൽക്ക് സാറേ. അവരെ കണ്ടപ്പോൾ ഡേവിഡിന് എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ. അയ്യോ, ഇവളിത് എന്തിനുള്ള പുറപ്പെടാ? സാറിനെ വിളിച്ചിട്ടാണെങ്കിൽ സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അയാൾ ഫോൺ എടുക്കില്ല. ഇനി ഇതിനെല്ലാം കൂടി ആ നാഗേന്ദ്രൻ സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കായിരിക്കും കേൾക്കുക. എടോ, മാനേജറുടെ റൂം ഏതാ? സാറേ, ദേ ആ കാണുന്ന റൂമാ. വാടോ. അങ്ങനെ മാനേജർ റൂം തുറക്കുന്ന സമയത്ത് അബിയാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് ശൃംഗരിച്ച് നിൽക്കാൻ കേട്ടോ. അത് നീലിമല്ല, വേറൊരു പെൺകുട്ടിയാണ്. ഇത് കണ്ടുകൊണ്ടാണ് നന്ദു അകത്തോട്ട് കയറി വരുന്നത്. ഇയാളുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങിയല്ലോ. എവിടെ ചെന്നാലും പെണ്ണുങ്ങളെ വെറുതെ വിടരുത്. ആ സമയത്ത് അബിയാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. നന്ദു, നീ എന്താ ഇവിടെ? എനിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ, ഇവിടെയൊക്കെ സെർച്ച് ചെയ്തേ. നന്ദു, നീ എന്താ ഇങ്ങനെ? ഇവിടെ എന്തുണ്ടാവാനാ? നീ കാരണം എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലുണ്ടല്ലോ. നഷ്ടപ്പെട്ട താൻ എന്ത് ചെയ്യടോ? താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എൻ്റെ ചേച്ചി കാണുമായിരുന്നു. അതിനെങ്ങനെയാ ചേച്ചിക്ക് തന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞ മണ്ടേ കയറുമോ? നീ ഏതാടി? ഇവിടെ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ ആ പണി പോയി എടുത്താൽ മതി. അല്ലാതെ ഇതുപോലുള്ള മാനേജർമാർ വശീകരിക്കുമ്പോൾ അതീ ചെന്ന് ചാടലല്ല. മാഡം പോടി. ശരി മാഡം. ഇതും പറഞ്ഞു അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എടോ, താൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നീ എന്നെ അങ്ങനെ കാണാതിരുന്നാൽ പോരെ. തന്നെ ആരാ അതിനങ്ങനെ കാണുന്നത്? അങ്ങനെ കാണുന്നേക്കാളും ഭേദം കെട്ടി തൂങ്ങിച്ചാവുന്നതാടോ. നീ എൻ്റെ ജോലി ഇല്ലാതാക്കാൻ വന്നേക്കാണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ അങ്ങനെ കൂട്ടിക്കോ.
ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, മാഡം ദാ ഇത് സ്വർണ്ണമാണ്, ഓപ്പൺ ചെയ്. ആ ഈ സ്വർണം എങ്ങനെ ഇവിടെ എത്തി? എന്താ തനിക്കറിയില്ല ഈ സ്വർണം എങ്ങനെ ഇവിടെ എത്തിയെന്ന്? മൂർത്തീസ് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് നടത്തുന്ന പോലെ AN ജ്വല്ലറി 2ാമത്തെ ദിവസം തന്നെ തുടങ്ങിയോ താൻ? ദേ നന്ദു, വെറുതെ ഇത് അവരുടെ എന്തെങ്കിലും സ്വർണ്ണമായിരിക്കും, അല്ലാതെ ഞാൻ വെച്ചതൊന്നുമല്ല. എടോ അതെന്താ, ഇത് മൊത്തം കള്ളക്കടത്ത് സ്വർണ്ണ മാഡം. അപ്പോൾ ഇവിടെയും തുടങ്ങി താൻ കള്ളക്കടത്ത് സ്വർണം. മൂർത്തീസ് ജ്വല്ലറിയെ വഞ്ചിച്ചത് പോരാ അല്ലേ, ഇനി AN ജ്വല്ലറിയും കൂടി വഞ്ചിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുക, നാണോ ഇല്ലാത്തവൻ. എടോ ആ തൊണ്ടി മുതൽ എടുത്തോ, പിന്നെ ഈ തൊണ്ടിയേയും കൂടി എടുക്ക്. ഞാൻ കൊണ്ടുവച്ചതല്ല നന്ദു അതെനിക്ക് വിശ്വസിക്കാനേ കുറച്ച് പ്രയാസമുണ്ട്. തന്നാദ്യം ചോദ്യം ചെയ്തിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ആ സമയത്താണ് കേട്ടോ ഡേവിഡ് അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന പാടെ തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ്. അങ്ങനെ നന്ദു നോക്കിയപ്പോൾ IG ആണ്. അപ്പോൾ ഡേവിഡിനോട് നന്ദു പറയുന്നുണ്ട് കേട്ടോ, ആ IG ആണല്ലോ, അപ്പോഴത്തേക്കും വിളി കഴിഞ്ഞല്ലേ, ശരി ഞാൻ എടുക്കാം. ഹലോ സർ. നന്ദു, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ദേ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ AN ജ്വല്ലറിയിൽ ഒരു ആവശ്യത്തിനും പോവരുതെന്ന്. സർ, ഒരാൾ തന്ന ഇൻഫോർമേഷൻ അനുസരിച്ചാണ് ഞാനിവിടെ ചെക്ക് ചെയ്തത്. എനിക്കിവിടുന്ന് കള്ളക്കടത്ത് സ്വർണവും കിട്ടി. അത് കള്ളക്കടത്താണോ അല്ലേ എന്നുള്ളത് തനിക്കറിയോ? ഇത് ലേബിളില്ലാത്ത സ്വർണ്ണമാണ് സർ. അപ്പോൾ പിന്നെ ഇത് കള്ളക്കടത്ത് തന്നെയല്ലേ? അതൊന്നും താന് നോക്കണ്ട, താനത് തൽക്കാലം മാറ്റിവെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അയ്യോ സർ, അത് മാത്രം പറ്റില്ല. സർ വേണമെങ്കിൽ തീരുമാനിച്ചോ. ഇവിടെ പത്രക്കാരും ന്യൂസുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ നടന്നതെല്ലാം അവർ പകർത്തിയിട്ടുണ്ട്. ഇപ്പം സാറ് വിളിച്ചതും അവർ പകർത്തിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ കേസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് സാറിന് അറിയാലോ. അപ്പോൾ ഈ കേസ് ഒതുക്കി തീർക്കണോ സർ? അയ്യോ, പത്രക്കാരുണ്ടോ? പത്രക്കാരൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊന്നും എനിക്കറിയില്ല സർ. അവരും ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? എന്നെ വിളിച്ച അജ്ഞാതം തന്നെ അവരെയും വിളിച്ചതായിരിക്കും. ഓഹ് ശേ. എന്നാൽ പിന്നെ ഞാനാ വിളിച്ചതെന്ന് തൽക്കാലം അവരുടെ മുന്നിൽ പറയണ്ട. നന്ദൻ ഒരു കാര്യം ചെയ്യ്, അവരെ അറസ്റ്റ് ചെയ്തോ. ശരി, ഇതും പറഞ്ഞുകൊണ്ട് IG ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. സർ, IG പ്രത്യേകം പെർമിഷൻ തന്നിട്ടുണ്ട് ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇയാളുടെ ക്യാബിനിൽ നിന്നാണല്ലോ സ്വർണം കിട്ടിയത്. എന്നാൽ പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. IG ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു, തൽക്കാലം അത് വിശ്വസിച്ചാൽ മതി. ഓക്കെ. എടോ വാടോ. നന്ദു, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തന്നോട് വരാനല്ലേ പറഞ്ഞത്? ഇതും പറഞ്ഞുകൊണ്ട് കയ്യിൽ ലോക്ക് ഇട്ടുകൊണ്ട് അബി അവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡേവിഡ് സാറിനെയും അതുപോലെ നാഗേന്ദ്രനെയുമാണ്. എടോ ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ മോനെയാണ് അവൾ നാണം കെടുത്തി പത്രക്കാരുടെയും ന്യൂസുകാരുടെയും മുന്നിൽ വെച്ച് AN ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയത്. എൻ്റെ മോന് മാത്രമാണ് നാണക്കേട്. AN ജ്വല്ലറിയിലുള്ള എല്ലാവർക്കും നാണക്കേടായില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? സാറിൻ്റെ മോൻ വന്ന വഴിക്ക് തന്നെ പണി പറ്റിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ? എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവൻ വന്ന 2ാമത്തെ ദിവസം തന്നെ അങ്ങനെ ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അവന്തിക പറയുന്നത് കേട്ടോ, അച്ഛാ അഭിയേട്ടൻ ഇതല്ല ഇതിനങ്ങേപ്പുറം ചെയ്യും. അഭിയേട്ടൻ ആർത്തിയാ പണത്തോട്. എന്നാലും മോളെ, അവൻ വന്ന 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനൊരു ചതി ചെയ്യോ? പറയാൻ പറ്റത്തില്ല. അഭിയേട്ടൻ്റെ ചിന്താഗതിയല്ലേ. സാറേ, ഇനി നിങ്ങൾ പറ, ഞാൻ എന്താ വേണ്ടത്? അബി സാറെ എന്തായാലും പോലീസ് പിടിച്ചോണ്ട് പോയി. ഇനി അബി ഇറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടും. പത്രക്കാരും ന്യൂസുകാരും എല്ലാവരും അറിഞ്ഞിരിക്കുക സാറേ. എൻ്റെ മകൻ ജയിലിൽ കിടക്കേണ്ടത് ആലോചിച്ചിട്ടാണ് എനിക്ക്. അവളെ ഞാൻ വെറുതെ വിടില്ല. നന്ദുവിനെ അവക്കിട്ട് കൊടുക്കേണ്ട പണി ഞാൻ ശരിക്കും കൊടുക്കും. അച്ഛാ, അവൾ ശരിക്കും വെറുതെ വിടാൻ പാടില്ല. അവക്കെങ്ങനെ ഇൻഫോർമേഷൻ കിട്ടുന്നു എന്ന് അറിയണം. അവളെ ഞാൻ വെറുതെ വിടില്ല മോളെ. അവക്കുള്ള പണി ഞാൻ വഴിയെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മകനെ നാണം കെടുത്തിയിട്ട് അവളങ്ങനെ സുഖിക്കാന്ന് കരുതണ്ട. അവളെ ഞാൻ എണ്ണിക്കും. അവളുടെ ജോലി അതേ തെറിപ്പിക്കാനുള്ള പണി നോക്കണം. അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കയ്യിലിരിക്കുന്ന ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് അവളൊന്ന് അറിഞ്ഞേ പറ്റൂ. മോളെ, അനിയുടെ കാര്യം നിനക്കറിയാലോ. അനിയെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വശത്താക്കണം. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന കരട് അവൻ മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവളും അവനും ഇപ്പോഴും കാണുന്നുണ്ട്. അവർക്കിടയിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. നന്ദു എങ്ങാനും അനിയെ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കവനെ കിട്ടത്തില്ല. അതുകൊണ്ട് നീ വേണം പ്രയത്നിക്കാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. ശരി, ഓക്കെ. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഉടനടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.